അതുപോലെ ഒരുപക്ഷെ ജ്യോതിഷ് കുമാർ ഒരു ജ്യോതിഷ് കുമാറിന് ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാവാം. പോട്ടെ, രാഷ്ട്രീയ ചായ്വിൻ്റെ ആ ഗ്രാവിറ്റി എത്രത്തോളം മാറ്റി നിർത്തിയാലും കോളേജ് അധ്യാപകർ, ഡീൻ അടക്കം ഈ പറഞ്ഞ സംഘടനയ്ക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. പാർട്ടി ഇടപെട്ടാലല്ലാതെ സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്ന് കരുതണോ ശ്രീ പ്രിയദർശൻ തമ്പി? ഒരിക്കലും അങ്ങനെ കരുതേണ്ട കാര്യമില്ല. കാരണം ഇതൊരു ഒരാൾ ഇപ്പോൾ അത് ക്രൂരമായി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരണപ്പെട്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് വളരെ വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്, കാരണം ഈ മുറിവുകളുടെ ആഘാതത്തിലാണോ അല്ലെങ്കിൽ സൂയിസൈഡ് ആണോ എന്നുള്ളത് കൃത്യമായി നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ അറിയാം. അപ്പോൾ തന്നെ ഈ കേസിൽ 306 അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആണോ അല്ലെങ്കിൽ മർഡർ 302 ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാൻ കഴിയും. ഞാൻ ഒറ്റ കാര്യം മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കുറ്റവാളികൾ ആരായാലും ശരി, അവരെ രാഷ്ട്രീയ മുഖം നോക്കാതെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം ഇതൊരു രാഷ്ട്രീയ കൊലപാതകവും രാഷ്ട്രീയ സംഘടനമോ ഒന്നുമല്ല. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വളരെ ക്രൂരമായി തന്നെ ഒരാളിനെ, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ എന്തിൻ്റെ പേരിലായാലും ശരി ഇത്തരത്തിൽ ചെയ്തതിനെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. അതിനെ അപലപിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള അഭിപ്രായം നിഷ്പക്ഷമായി ഈ കാര്യത്തെ നോക്കിക്കാണുന്ന ഒരാളെന്ന രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ജ്യോതിഷ് എന്താണ് പറഞ്ഞത്? എന്താണ് കൈ കാണിച്ചത്? ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വൈത്തിരി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇപ്പോൾ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾ രാത്രി 11:30 മണിവരെ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാൻ വൈത്തിരി പോലീസും കൽപ്പറ്റ DYSPയും തയ്യാറായാൽ ഈ പ്രതികളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. എങ്ങനെയാണ്? അതായത് കൊലപാതകം നടന്ന, അല്ല, ഈ മരണം നടന്ന തലേദിവസമോ? മരണം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രി വൈത്തിരി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വൈത്തിരി CI കേസ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഈ പ്രദേശത്തെ ജനപ്രതി എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിന് ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. സാർ, എന്താണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി? അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്, ജ്യോതിഷെ, ഒരാൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറയാൻ തയ്യാറല്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ, വൈത്തിരി സ്ഥലം C എന്ന നിലക്ക് 150ഓളം വിദ്യാർത്ഥികളുടെ മുമ്പ് വെച്ചാണ് അതിദാരുണമായി ഈ സംഭവം നടന്നിട്ടും പോലീസ് എന്തുകൊണ്ട് ആ അർത്ഥത്തിൽ അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥികളും പറയാൻ തയ്യാറല്ല എന്ന നിലക്കാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൽപ്പറ്റ DYSPക്ക് മാറുകയും കൽപ്പറ്റ DYSP കൃത്യമായി പറയുന്നു, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ DYSP ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നു രാഷ്ട്രീയപരമായി ചായ്വില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പോലീസ് ഈ കേസ് കൃത്യമായി ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആശ്മി, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലെ പ്രതികൾ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദുരന്തമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കിട്ടിരിക്കുന്ന റാഗിംഗ് കേസാണ്. ഇവർ കൃത്യമായി കൊലക്കേസിൽ പ്രതികളാകേണ്ടവരാണ്. കൊലക്കേസ് പ്രതികളാകുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ എന്തായാലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രത്യേകിച്ചും പോലീസ് ഇതിനകത്തെടുക്കുന്ന ഏകപക്ഷീയമായ നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വൈത്തിരി CI വിദ്യാർത്ഥികളെ പേര് വിളിച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ പ്രിയപ്പെട്ട കോളേജ് ഡീന് രക്ഷിതാക്കളെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മകളെ വൈത്തിരി പോലീസ് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി എവിടെയൊക്കെ ബന്ധപ്പെടാൻ കഴിയുമോ അവിടെയൊക്കെ ബന്ധപ്പെടണമെന്ന രീതിയിൽ കൃത്യമായി പറയുന്ന ഡീനാണ്. അതുകൊണ്ട് ഡീൻ അടക്കം കൊലക്കുറ്റം ചുമത്തണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, ജനപ്രതിനിധി നിലക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നന്ദി ശ്രീ പ്രതീഷ്, നന്ദി ശ്രീ ജ്യോതിഷ് കുമാർ, ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും ഡീനെ അവിടെ നിന്ന് മാറ്റി നിർത്താതെ അന്വേഷണം ഏത് വഴിക്കും എത്തില്ല. അന്വേഷണ വഴിയിൽ പ്രതിയാക്കേണ്ടതുണ്ടെങ്കിൽ ഡീനെ അടിയന്തരമായി പ്രതിയാക്കണം. കാര്യം ഇതിൻ്റെ കവറപ്പിന് ഡീൻ ശ്രമിച്ചുവെന്ന് ആധികാരികമായി പറയുകയാണ് അവിടുത്തെ വാർഡ് മെമ്പർ. എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഈ വാർത്ത പുറത്തുവിട്ട ചാനൽ എന്നുള്ള നിലയ്ക്ക് ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ അതിൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൽ അതിനെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കാനുള്ള മാധ്യമ ജാഗ്രത ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് അമ്മ ഷീബയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ഈ ന്യൂസ് സൂപ്പർഫാസ്റ്റാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.